കൈമാറ്റ ദിവസമല്ല കൈ എടുക്കുക കാണട്ടെ. ടടേ കൈമാറ്റ മോനെ ഇന്ന് കിട്ടിയതാട്ടാ ഈ ഒരു അണ്ണാൻകുഞ്ഞിന്. രാവിലെ എണീറ്റപ്പണ്ട് മാവിൻ്റെ മേലെന്ന് ഒരു കൂട് വീണ് കിടക്കണം. കൂടിൻ്റെ ഉള്ളിൽ ഞാനൊന്നുമില്ലാന്ന് വിചാരിച്ച് അടിച്ചു വാരി കളയാൻ പോയതാ. അപ്പോൾ കൂടിങ്ങനെ മെല്ലെ ഒന്ന് എടുത്തു നോക്കണം, അതിൽ രണ്ടെണ്ണാൻകുഞ്ഞ്. അപ്പം രണ്ടെണ്ണത്തിന് കിട്ടിയപ്പോൾ അത് നനഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, രണ്ടെണ്ണാൻകുഞ്ഞുണ്ടല്ലോ, നല്ല മഴയും വരുന്നുണ്ടായി ആ സമയത്ത്. അപ്പോൾ തെങ്ങിൻ്റെ അവിടെ നിന്നുണ്ട് അയിറ്റാളെ അമ്മ കിടന്ന് ഇങ്ങനെ ചിലയ്ക്കും. വേഗം കൊണ്ടുപോയി ആ തെങ്ങമ്മ കൊണ്ടുപോയി വെച്ചപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ടാളെ അമ്മ പോയിട്ടാണ്. അപ്പം തന്നെ മഴ വന്നു. ഞാൻ വേഗം അകത്ത് കൂടി കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ഭയങ്കര ഒരു കരച്ചിൽ കേൾക്കണം. ചിൽച്ചില്ലെന്നും പറഞ്ഞുള്ള കരച്ചിലും കേട്ട് ഓടിച്ചത് നോക്കുമ്പോൾ എന്താണ്, ഞാൻ വിചാരിച്ചു തെങ്ങിൻ്റെ മേലൊന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് പോകുന്നു കുട്ടികളൊന്നും. പക്ഷേ എല്ലാ അടുപ്പിൻ്റെ അവിടെ നിന്നൊരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കണു. നോക്കുമ്പോൾ തവള ചാടും പോലെ ഉണ്ട് ഇത് കിടന്ന് ചാടുന്നത്. പിന്നെ ഓടാൻ പറ്റണില്ല, നനഞ്ഞ് മണ്ണും ചെളിയൊക്കെ ആയിട്ട്. എന്നിട്ട് പിന്നെ അകത്തേക്ക് എടുത്തിട്ട് വന്ന് അപ്പോൾ കാക്കയുണ്ട് പിന്നാലെ കൂടിയേക്കണീൻ്റെ. ഇതിനെ കൊത്തുന്നുണ്ട് കാക്ക, പക്ഷെ മുറിയൊന്നായില്ല. വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് ഹെയർ ഡ്രയറൊക്കെ വെച്ച് ഉണക്കി. നല്ല ഉറക്കം. ഹെയർ ഡ്രയറൊക്കെ വെച്ച് ഉണക്കിയതാണ്. അപ്പോൾ മൂപ്പര് ഇവിടെ കോടി ഉണക്കന്നെ. നല്ല ഇണക്കുണ്ട് കേട്ടോ അവന്. ആദ്യമൊക്കെ ഒരു പരിഭ്രമമായിരുന്നു. കുട്ടികൾ ആദ്യമായിട്ടല്ലേ അതൊക്കെ കാണണം. അപ്പം ഈ ഒരു ടെൻഷനും പരാക്രമമൊക്കെ ആയിട്ട് അകത്തൊക്കെ മുഴുവൻ ഓടി ആകെ ഒരു വെപ്രാളമായിരുന്നു. പിന്നെ ആൾക്ക് മനസ്സിലായി. പുറത്തേക്ക് പോയപ്പോൾ പൂച്ചയുണ്ട് കാക്കയുണ്ട്, അവിടെ നിന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് മനസ്സിലായി ആളെ രക്ഷിച്ചതാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ അമ്മ ഒന്ന് വരാണെങ്കിൽ അതിനെ തെങ്ങിൽ കയറ്റി അയക്കാമെന്നുണ്ട്. പിന്നെ അതിൻ്റെ അമ്മ വന്നിട്ടുമില്ല. മഴ കാരണം പിന്നെ അത് എവിടേക്ക് പോയാവോ. കിട്ടിയ രണ്ട് കുട്ടികളെ സുരക്ഷിതമായിട്ട് വെക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. വരായിരിക്കും, വരുമ്പോൾ കൊടുക്കണം. പാവം അതതിൻ്റെ അമ്മനെ കാണാണ്ട് ഒന്നും കഴിക്കണമില്ല കൊടുത്തിട്ടൊന്നും. ആളൊരു ചക്കക്കുരുവിൻ്റെ അത്ര ഉള്ള, പക്ഷെ വാല് നല്ല നീളമുണ്ട് കേട്ടോ. മോനിക്ക് നല്ല വിഷമമുണ്ട് അതിനെ കൊടുക്കുമെന്ന് അറിയുമ്പോൾ. വിഷമിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ മക്കളെ കാണാണ്ട് നിൽക്കുമോ, അതേപോലെ തന്നെയല്ലേ. അവനതിനെ സുരക്ഷിതമായി കയ്യിലെ ചൂടൊക്കെ അറിയിച്ച് കിടത്തുന്നുണ്ട് അവിടെ. ഞാനപ്പോൾ മോനോട് പറഞ്ഞു, മോനെ കാണാണ്ടായ അമ്മ വിഷമിക്കില്ല, അതേപോലെ തന്നെയാണ് അതിൻ്റെ അമ്മ. കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അതിനെയും കെട്ടിപ്പിടിച്ച് കിടക്കണം കേട്ടോ മൂപ്പര്. വിഷമിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അതിൻ്റെ അമ്മ വന്ന് നിലവിളിച്ചാൽ അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കൂട്ടോ ചാച്ചു. കാരണേ പാവം അയാൾ അതിൻ്റെ അമ്മയുടെ ഒപ്പം വളരണം. എന്താല്ലേ, അത് പാവം ചൂടും പറ്റിക്കെടുക്കുകയാണ്. അതിൻ്റെ അമ്മ വന്ന് അതിൻ്റെ അമ്മയുടെ കരച്ചിൽ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ നിൽക്കണത്. അതിൻ്റെ അമ്മ വന്ന് അപ്പം അതിനെ കൊടുത്തു വിടണം. പാവം അമ്മയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല മക്കളെ.